കോഴിക്കോട് നഗരത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ആളുകൾ മതിയായ പാർക്കിംഗ് സംവിധാനമില്ലാതെ ശ്വാസം മുട്ടുകയാണ്. പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കാൻ നഗരസഭ മുന്നോട്ട് വെച്ച മൾട്ടി ലെവൽ പാർക്കിംഗ് പ്ലാസയുടെ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വിവിധ ആവശ്യങ്ങൾക്കായി ഒരുപാട് ആളുകൾ കോഴിക്കോട് നഗരത്തിൽ ദിനം പ്രതി വന്നു പോകാറുണ്ട്. ഇവർക്കൊക്കെ വാഹനം പാർക്ക് ചെയ്യാൻ ആവശ്യമായ സ്ഥല സൗകര്യം വരുന്ന ഇടങ്ങളിലൊക്കെ ഉണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് കോഴിക്കോട് ബീച്ചാണ്. മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ സ്വന്തം വാഹനങ്ങളിലും മറ്റുമൊക്കെയായി ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. പലപ്പോഴും ഈ ഒരു നടപ്പാതയോട് ചേർന്ന് പോലും ഇത്തരക്കാരുടെ വാഹനങ്ങൾ കയറ്റിയിടാറുണ്ട്. ഈ നടപ്പാതയോട് ചേർന്ന് ആ കാണുന്ന ഭാഗത്ത് ഇതിനു വേണ്ടി വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ആ സ്ഥലം തികയാതെ വരികയാണ് ചെയ്യാറ്. കാരണം അത്രത്തോളം ആളുകളാണ് വൈകുന്നേരങ്ങളിലും മറ്റുമൊക്കെയായി ബീച്ചിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ വരുന്ന ആളുകളുടെ എണ്ണം കൂടുകയും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു പാർക്കിംഗ് സൗകര്യം ഇതിന് തികയാതെ വരാറുണ്ട്. സ്ഥലം കമ്മിയായിട്ട് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ നടപ്പാതയിലല്ലേ വണ്ടി പാർക്ക് ചെയ്തിട്ട്, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഇനി ഫൈൻ എന്താ വരിക അറിയില്ല. ഏതായാലും വണ്ടി ഞാൻ സൈഡാക്കാം. അവധി ദിവസമായാൽ ബീച്ചിലേക്ക് ഒരുപാട് ആളുകൾ എത്തും. അപ്പോൾ സ്വാഭാവികമായും അനുവദിച്ചിട്ടുള്ള പാർക്കിംഗ് സ്ഥലത്ത് സ്ഥലം തികയാതെ വരും. പിന്നീടുള്ളത് ഈ 2 വീലർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഇത്തരത്തിൽ 2 വീലർ പാർക്കിങ്ങിന് സ്ഥലം അനുവദിച്ചിടത്ത് കാറുകൾ പാർക്ക് ചെയ്തിട്ട് ആളുകൾ പോവുകയാണ് ചെയ്യുന്നത്. മാനാഞ്ചിറ സ്ക്വയറും മറ്റു വ്യാപാര സ്ഥാപനങ്ങളും മിഠായിത്തെരുവും ഉൾപ്പെടുന്ന കോഴിക്കോടിൻ്റെ മറ്റൊരു ഭാഗമാണിത്. ഇവിടെ മാനാഞ്ചിറ സ്ക്വയറിൽ റോഡിനോട് ചേർന്ന ഒരു വശത്ത് ഇരുചക്ര വാഹനങ്ങളും കാറും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ വൈകിട്ടാവുന്നതുകൂടെ ഇവിടേക്ക് ഒരുപാട് ആളുകൾ എത്തിച്ചേരുകയും അവരുടെയൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലം തികയാതെ വരികയും ചെയ്യും. മിഠായിത്തെരുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ ദിവസേന എത്തിച്ചേരുന്ന ഇടമാണ്. വലിയ രീതിയിൽ തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെ മിഠായിത്തെരുവിനോട് ചേർന്ന് 2 വീലർ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ചെറിയൊരു സ്ഥലമുണ്ട്. പക്ഷേ ഇരുചക്ര വാഹനങ്ങൾക്ക് പുറമെ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥല പരിമിതി അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർക്കിംഗ് സംവിധാനത്തിൽ വലയുന്ന അവസ്ഥയുണ്ട്. മറ്റൊരു കാര്യം, ഈ സ്ഥലങ്ങളുടെയൊക്കെ വശങ്ങളോട് ചേർന്ന് ചില ഗ്രൗണ്ടുകളുണ്ട്. പേ ആൻഡ് പാർക്ക് സംവിധാനം ഉള്ള ചില ഗ്രൗണ്ടുകൾ. അവിടെയൊക്കെ പക്ഷേ എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്ന് ഇവിടുത്തുകാർക്ക് അറിയില്ല. എന്തെങ്കിലും തരത്തിലുള്ള ബോർഡുകളോ മറ്റും സ്ഥാപിച്ചിട്ടില്ല. കറങ്ങി കിടക്കുകയാണ്. പാർക്കിംഗ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സ്ഥലം അന്വേഷിച്ച് കിടക്കുകയാണ്. ഗ്യാപ്പ് കിട്ടുന്ന ഗ്യാപ്പിൽ കയറ്റാൻ വേണ്ടി നിൽക്കുക. വളരെ ബുദ്ധിമുട്ടാണ്. ആളിപ്പോൾ വളരെ ദൂരെ വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലത്ത് നല്ലൊരു പാർക്കിംഗ് ഇല്ലാത്ത വളരെ ആളിപ്പോൾ ഒരു 1.5 കിലോമീറ്റർ അപ്പുറം വണ്ടി വെച്ചിട്ടാണ് ഇങ്ങോട്ട് നടന്നു വരുന്നത്. പേ പാർക്കിങ്ങിൽ അറിയില്ലായിരുന്നു. ഇവിടെ ഒരു ബോർഡ് കണ്ടു, പേ പാർക്കിങ്ങിൻ്റെ വണ്ടി ഇവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ഇവിടെ എത്തിയാണ് അറിയാൻ പറ്റുന്നത്. ഒരുപാട് വാഹനങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് SM സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ നേരത്തെ വണ്ടി നിർത്താൻ വന്ന സമയത്ത് ഈ പരിസരം മൊത്തം കറങ്ങി അങ്ങേ തലയ്ക്ക് പോയി അവിടെ നിന്ന് വീണ്ടും വന്ന് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടപ്പോഴാണ് നിർത്തിയത്. ഇതിപ്പോൾ നൈറ്റൊക്കെയാണ് വരുന്നതെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഹാൻഡിൽ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തീരെ ഒന്നും ചെയ്യാൻ. ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന നഗരം. ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. പക്ഷെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇപ്പോഴും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാറില്ല. നഗരസഭയ്ക്ക് കീഴിൽ ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് പാർക്കിങ്ങിന് നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ കുറേയൊക്കെ ആശ്വാസമാകും. ജോൺ ടി കെക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.